വാവക്കുട്ടിക്കുള്ള കേക്ക് വാങ്ങിയിട്ടുണ്ട്. കുട്ടി ഉറങ്ങുക. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം. കുറേ ദിവസമായി കേക്ക് കേക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പ്രായത്തിന്റെ വളർച്ചയൊന്നുമില്ല അവളുടെ ബ്രെയിനുള്ളത്. വളരെ മുമ്പില്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ ബ്ലോഗ്. ഇന്നിപ്പോൾ നേരെ അമ്മുവിൻ്റെ അടുത്തേക്ക് പോകാൻ പോവാണ്. അമ്മുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകണം. റിവ്യൂ ഉണ്ടല്ലോ, ചുമയൊക്കെ ആയിരുന്നില്ലേ കുറേ കാലമായിട്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആയിട്ട് ഇന്ന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ടെസ്റ്റ് എടുക്കാനുണ്ട്. അപ്പോൾ നേരെ അമ്മുവിൻ്റെ വീട്ടിലേക്ക്, അവിടുന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക്. ഇപ്പോൾ ഏകദേശം 8-8:30 മണിയാണ് സമയം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മഴക്കാറ് പോലെയാണ്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാമെന്ന് പറയുന്ന അവസ്ഥയിലാണ്. പക്ഷെ നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ല, പോയല്ലേ പറ്റുള്ളൂ, ഹോസ്പിറ്റൽ കാര്യമല്ലേ. ഇവിടെ വീട്ടിലേക്ക് എത്തി മഴ ചാറിനുണ്ടായിരുന്നു ലൈറ്റായിട്ട്. അമ്പത്തൂർ ഭാഗത്തേക്കൊക്കെ അത്യാവശ്യം ഇങ്ങനെ പെയ്യണ പോലെ ഉണ്ടായിരുന്നു. എന്നാലും സൈഡിൽ കയറി നിൽക്കേണ്ടി വന്നില്ല, സ്പീഡിൽ കത്തിച്ചുകൊണ്ട് വിട്ടു. എന്തായാലും ഇവിടെ എത്തിപ്പെട്ടു മഴയ്ക്ക് മുമ്പ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെയല്ലേ വാവയ്ക്ക് ബർത്ത്ഡേ. ഇന്ന് വാവക്കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, ജനിച്ച ദിവസം 23 മെയ് 2020. பார்க்கவே முடியறதில்ல. அப்போலோ ஹாஸ்பிடலா? நோ നോ, ഇതാ പാപ്പ, കുട്ടി പാപ്പ. அப்போலோ ஹாஸ்பிடலா? அப்போலோ ஹாஸ்பிடல்ல வர்க் பண்றீங்களா? കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ഓടിക്കണു. ഡോക്ടർ ഇനിയും വന്നിട്ടില്ല. ഇനി എപ്പോഴാണ് ബുക്കിംഗ് ആവുക എന്നുള്ളത് ഒരു പിടിയില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന് ഡോക്ടറെ കണ്ട് പോണ സമയത്ത് തന്നെ നമ്മൾ പെർമിഷൻ എടുക്കണത്രേ, അപ്പോയിൻമെൻറ്റ് എടുക്കണത്രേ. നമ്മളത് ചെയ്തിട്ടില്ല. ഡോക്ടർ ഇനിയും വന്നിട്ടില്ല. ഇനി അവർ വന്നതിന് ശേഷം തീരുമാനിക്കും. ഇന്ന് വാവക്കുട്ടിയുടെ പിറന്നാളായിട്ട് അതായിട്ടും കൂടി ഞങ്ങൾ രണ്ടുപേരും ഹോസ്പിറ്റലിലാണ്, വാവക്കുട്ടി വീട്ടിലും. എന്നിട്ട് അവൾ വീഡിയോ കോൾ ചെയ്യുകയാണ്. അവളുടെ കൂടെ ഇരിക്കേണ്ട ഞങ്ങളിപ്പോൾ ആസ്പത്രിയിലാണ്. ഫുഡൊക്കെ കഴിച്ച് ക്യാൻറ്റീനിൽ നിന്ന് പുറത്തിറങ്ങി. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യണം. 142 ആണ് ടോക്കൺ നമ്പർ. അത്രയും നേരം വെയിറ്റിംഗ് ഉണ്ടാവും. ക്രൗഡ് ഉണ്ട് അത്യാവശ്യം. രാവിലെ തൊട്ട് മഴക്കാറാണ്. ഇന്ന് വെയിലേ കണ്ടിട്ടില്ല. ഇനിയും കഴിഞ്ഞിട്ടില്ല. 142 ആളില്ലേ, ഇപ്പോൾ എത്രയും 115 ആയിട്ടുണ്ട്. ഇനിയുണ്ട് കുറേ ടോക്കൺ കഴിയാൻ. ഡോക്ടറെ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ മെഡിസിൻ വാങ്ങണം, നേരെ വീട്ടിലേക്ക് പോകണം. പോണ സമയത്ത് വാവക്കുട്ടിക്ക് ഒരു കേക്ക് വാങ്ങണം, ബർത്ത്ഡേ കേക്ക്. പോണെങ്കിൽ വീട്ടിലെത്തിയ ശേഷം തിരിച്ചു വന്നിട്ട് മതിയോ അതോ? ഞാൻ പോവാ, കാറിലല്ല പോണേ. പോണ വഴിക്ക് വാങ്ങിച്ചോളൂ. ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പം വരും. വാവക്കുട്ടിക്കുള്ള കേക്ക് വാങ്ങിയിട്ടുണ്ട്. കുട്ടി ഉറങ്ങുക. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു സർപ്രൈസ് കൊടുക്കാം. കുറേ ദിവസമായി കേക്ക് കേക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉറങ്ങിയ ചെത്തുമണി, ശരിക്കും ഉറങ്ങിയ? ഹാപ്പി ബർത്ത്ഡേ കൊണ്ടുവന്നാ? ഹാപ്പി ബർത്ത്ഡേ കൊണ്ടിരേ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. നോക്കട്ടെ. ആ കുട്ടി പറഞ്ഞ പിന്നെ അച്ഛൻ കേൾക്കാണ്ടിരിക്കുവോ? കൊണ്ടുവരില്ലേ? നോക്കട്ടെ, നോക്കിട്ട് അടച്ചു വെക്കല്ലോ. അമ്മയൊക്കെ കുളി കഴിഞ്ഞിട്ട് വരട്ടെ, എന്നിട്ടല്ലേ നമുക്ക് കേക്ക് മുറിക്കുക. അമ്മ കുളിക്കാൻ കയറിയതല്ലേ, ഇപ്പോൾ വരട്ടെ കേട്ടോ. ബാത്റൂമിൽ നിന്ന് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഫോട്ടോ ഒക്കെ എടുത്ത് കേക്കൊക്കെ കട്ട് ചെയ്ത് ചെറുത്തനൊക്കെ കഴിച്ച് സൂപ്പറാവും. വാവ വിചാരിച്ചില്ലല്ലോ അച്ഛൻ കൊണ്ടുവരുന്നു. അതാ വിചാരിച്ചിരുന്നോ വരുന്നു? വിചാരിച്ചിരുന്നോ? മുത്തച്ഛൻ പറഞ്ഞോ? അപ്പൊ സർപ്രൈസ് കൊള്ളായില്ലേ? അറിയായിരുന്നില്ലേ അച്ഛൻ കൊണ്ടുവരുന്നു? അറിഞ്ഞൂല്ലേ? അച്ഛൻ പൊട്ടൻ. അച്ഛൻ കരുതി വാവയ്ക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് അച്ഛൻ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നത്. അപ്പം അച്ഛന് സർപ്രൈസ് ആയി. വാവയ്ക്ക് അറിയായിരുന്നു? വാവയ്ക്ക് അറിയില്ല ഒരു സർപ്രൈസ് ആകട്ടെ എന്ന് എഴുതിയിട്ട് മിണ്ടാണ്ട് കൊണ്ടുവന്നത്. അവൾക്കറിയാം ഞാൻ കേക്കും കൊണ്ടേ വരുള്ളൂ എന്നുള്ളത്. എന്താ അച്ഛന് വേണ്ടി എന്തിനാ കാത്തിരുന്നേ?
അച്ഛനുണ്ടെങ്കിൽ എത്ര വരും വരും വീട്ടിൽ കാത്തിരിക്കുമ്പോൾ നീ വൈകിട്ടല്ലോ വന്നത്. ഓ വൈകി തന്നെ. ഓ വൈകിനാണോ? 5 കാലായില്ലേ വീട്ടിലെത്തിയപ്പോൾ? വച്ചോടോ. അച്ഛന് വേണ്ടിയിട്ടാണോ വാവ കാത്തിരുന്നത്? അത് കേക്കിന് വേണ്ടിയിട്ടാണോ കാത്തിരുന്നത്? അച്ഛൻ കേക്ക് കൊണ്ടുവന്നു. അച്ഛൻ കേക്ക് കൊണ്ടുവന്ന് എഴുതിയിട്ടാണോ? ആ വച്ചോടോ. അച്ഛൻ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ നോക്കിയിട്ട് അടച്ചു വെക്കാമല്ലോ. അത് ഒട്ടിച്ച് വെച്ചിരിക്കുക. തുറന്നു നോക്കിക്കോളൂ. കാണാണ്ടോ? സന്തോഷമായോ? കട്ട് ചെയ്ത് കഴിച്ചാലേ സന്തോഷമാവുള്ളൂ അല്ലേ? നോക്കാം. അമ്മ വന്ന് നമുക്ക് കഴിക്കാം. അമ്മ കുളിക്കാൻ കയറിയിട്ടതല്ലേ, അതാണ്. കുളി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. മുറിച്ചിട്ട് അതാണ് വാവക്കുട്ടിക്ക് അച്ഛൻ തരണ ബർത്ത്ഡേ ഗിഫ്റ്റ്. നല്ല രസമുണ്ട് കേട്ടോ. ഇഷ്ടമായോ? എനിക്കെന്നാ അപ്പം നല്ല കറക്റ്റായിട്ട് നിൽക്കണം. കളർ നന്നായിട്ടുണ്ട് വാവയ്ക്ക് കേട്ടോ. സൂപ്പറാവും. ഹായ്, ഇഷ്ടമായോടാ ചത്തെ? ഇത് നമുക്ക് സ്റ്റാർ ബർത്ത്ഡേക്ക് ഇടാം കേട്ടടാ. ഏത്? ജൂൺ മാസം അവയ്ക്ക് സ്റ്റാർ ബർത്ത്ഡേ വരുന്നുണ്ട്. അന്ന് ഇതിടാം. നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പൊ ഇടണം. ഇപ്പൊ ഇത് വേണോ? അപ്പൊ ഒന്നും അത് പിന്നെ അമ്മമ്മോട് ചോദിച്ചോക്കെ. അമ്മമ്മോട് ചോദിച്ചോക്കെ. അതെന്താ പറയാറില്ല. അമ്മമ്മ വേറെ എന്തെങ്കിലും ഡ്രസ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കും പാവയ്ക്ക്. അവിടെ ഉണ്ടായിരുന്നല്ലോ. ഊതിയ മതി. കഴിക്കുന്ന സാധനത്തിലോ? അയ്യോ കണ്ണിലൊക്കെ ആക്കാവോ? വെള്ളം വരട്ടെ. ഊതിയ വരും. ഓ ആ ഇത് പോവും. ഇത് പോവും. ചിരിക്കാൻ പാടില്ല കേട്ടോ. കുറച്ചുകൂടി നീങ്ങി. Happy birthday to you. Happy birthday to you. Happy birthday dear Vinaya. And may God bless you. May God bless you dear. May God bless you dear. Happy birthday to Vinaya Mol. Happy birthday. എടുത്തിട്ട് കൊടുക്കൂ. അമ്മയ്ക്ക് കൊടുത്ത് അത് വാവക്ക് കൊടുക്കൂ. വാവല്ലേ കഴിക്കണോ? മനസ്സിലായോ? അച്ഛനൊരു അങ്ങോട്ട് നോക്കി കഷ്ണം തരട്ടെ. അച്ഛൻ്റെ കഷ്ണം കഴിക്കുവോ? ഇഷ്ടായോ കേക്ക്? ഇഷ്ടായോ? അച്ഛൻ്റെ കുട്ടിക്ക് മുത്തച്ഛൻ്റെ ഹാപ്പി ബർത്ത്ഡേ. 100 വയസ്സ് താണ്ടി സുഖത്തോടെ Happy birthday, Vavachithe. അതെന്നുള്ളതാ മനസ്സിലായി. സന്തോഷായി. മൂച്ച് വാങ്ങണ ഗതികേട്. ശരി, അങ്ങനെയാവട്ടെ. ഞാൻ കഴിക്കട്ടെ. മറന്നോളൂ. അങ്ങനെ വാവക്കുട്ടിക്ക് 6th ആയി അല്ലേ? ഒന്നും പറയാം. ഇന്ന് പറയാല്ലേ? പറയാം. 6th ഹാപ്പി ബർത്ത്ഡേ. വലിയ കുട്ടി 6 വയസ്സ്. ഈ ഫ്ലാറ്റില് ബാക്കിയുള്ളവർക്കൊക്കെ കൊടുക്കാനുള്ളത് റെഡിയാക്കിയില്ലേ? അത് വേണ്ട, ഇത് എടുക്കാം. എല്ലാവർക്കും ഓരോന്ന് അങ്ങനെ എടുക്കാൻ പറഞ്ഞ് കൊടുക്കാം. ഇന്നത്തെ പ്രായത്തിന്റെ വളർച്ചയൊന്നുമില്ല അവളുടെ ബ്രെയിനുള്ളത്. വളരെ മുമ്പില്ല. എന്താ വെച്ചിട്ടാ മലയാളാക്ഷരം മുഴുവൻ നോക്കി പഠിച്ചത് ആ യൂട്യൂബിലാ. പറഞ്ഞു യൂട്യൂബ് നോക്കിയിട്ടാണ് മലയാളാക്ഷരം മൊത്തം പഠിച്ചതെന്ന്. അല്ലാത്ത കുട്ടിയും അതേപോലെ 100% 200 ആണെന്നും മറ്റേ 2 1s are 2 അതൊക്കെ പഠിച്ചത്. വേറെ കുട്ടികൾ വല്ല കാർട്ടൂൺ അതും അവളും കാണുന്നുണ്ട്. എങ്കിലും കൂടെ ഇവൾക്ക് ആവശ്യമുള്ളതുണ്ട് കയ്യില്. വല്ലാത്ത കുട്ടിയാണ്. അവളുടെ പ്രായത്തിനനുസരിച്ചല്ല അവളുടെ ചിന്ത. കേക്ക് വെട്ടി കഴിഞ്ഞിട്ട് ഞാൻ അച്ഛൻ്റെ അമ്മയുടെ നടുവിലിരുന്നിട്ട് കഴിച്ചോളാം. അച്ഛനെ അമ്മ അങ്ങനെ മിസ്സാവുണ്ട് അവൾ അച്ഛനെ അമ്മ. അതെ, വണ്ടി ബുക്ക് ചെയ്യണം. അത് അങ്ങനെ എല്ലാവരും കൂടി ഇവിടെ അടുത്തുള്ളൊരു അമ്പലത്തേക്ക് പോകാനുള്ള പ്ലാനാണ്. ശ്രീകൃഷ്ണ ടെമ്പിളാണ്.
എല്ലാവരും ഇറങ്ങാൻ പോവാ. ബർത്ത്ഡേ അവർക്ക് ഏച്ചിനെ നമ്മൾ പഠിക്കുന്നത് അതെയോ അല്ലാതെ കൊടുക്കുന്നു ഇത് മോളുടെ ആരാ ഇത്? കിച്ചൻ കിച്ചൻ കിച്ചനാ? സ്വാമി സ്വാമി കൃഷ്ണണ്ണ കൃഷ്ണൻ ആരാ? കൃഷ്ണൻ ഓഹോ. ബിരിയാണി മമ്മ വന്നിട്ട് അവയ്ക്ക് നന്നാണ്. നമ്മൾ ഒറ്റയ്ക്ക് കഴിക്കാം. ക്രാബ് ഇതോ ക്രാബ്. അമ്മു എടുക്കൂ. ബബിൾ കിട്ടാം. വെള്ളം എങ്ങനെയുണ്ട്? വെള്ളം ഡിഫറെൻറ്റ് ടേസ്റ്റ്. ഡിഫറെൻറ്റ് ടേസ്റ്റാ. ഒമ്പതര മണി കഴിഞ്ഞു, 10 മണി ആവാറായി. ഇനിയെങ്കിലും റെസ്റ്റോറൻറ്റിൽ ഇറങ്ങാൻ പോവാണ്. എപ്പോഴെങ്കിലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ലെങ്കിൽ അവിടെ എത്തുമ്പോഴേക്കും ഒരുപാട് വഴുകും. അമ്മ മാത്രമല്ലേ ഉള്ളൂ അവിടെ. 10 മണി ബാറ്റം പോട്ടെ ചേട്ടാ. അച്ചോടോ അച്ഛാ പിന്നെ ഒരു ദിവസം വരാം കേട്ടോ. പോപ്കോൺ പോപ്കോൺ വയല് വരുന്നില്ലേ സാധനം പറയാനേ. ഇപ്പം ഏകദേശം 10:35 സമയം. ഇനിയിപ്പോൾ ഈ നേരത്ത് ഞാൻ അങ്ങോട്ട് അവിടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നേരം വഴുകും. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്കന്നെ ഒരു നേരമാവും. അപ്പോൾ അമ്മയുടെ അടുത്ത് വിളിച്ച് ചോദിച്ചപ്പോൾ ഇവിടെ തന്നെ കടന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ അമ്മൂൻ്റെയും കുട്ടിയുടെയും കൂടെ ഇവിടെയാണ്. നാളെ രാവിലെ അമ്മയുടെ അടുത്തേക്ക് അങ്ങോട്ട് തിരിച്ചു പോകും. ഈ വൈകിയ വേളയിലുള്ള യാത്ര വലിയ സുഖകരമായിട്ടുള്ള ഒന്നല്ല. എനിക്ക് കുറച്ച് പേടിയുണ്ട്. കാരണം രാത്രിയിൽ പോണ വഴിക്ക് ടയറെങ്ങാനും പഞ്ചറായാൽ പോലും അല്ലെങ്കിൽ ബൈക്കിനൊരു കംപ്ലൈൻറ്റ് വന്നാൽ പോലും നേരാക്കാൻ ആരും ഉണ്ടാവില്ല. സോ റിസ്ക്കാണ്. എന്തിനാ വെറുതെ. പിന്നെ രാത്രി ട്രാവൽ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇന്നത്തെ കുഞ്ഞുവാവയുടെ ബർത്ത്ഡേ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബായ്.